ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം അട്ടിമറിച്ച് പാൻ ഇന്ത്യൻ തലത്തിലും ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചരിത്രം എഴുതുകയാണ് നമ്മുടെ സ്വന്തം മലയാള സിനിമ. കേവലം 100 കോടി ക്ലബ്ബുകൾ മാത്രമല്ല, 200 കോടി 300 കോടി ക്ലബ്ബുകളിലേക്കും കുതിച്ചുയർന്ന മലയാളത്തിന്റെ പെരുമ ഉയർത്തിയ ആ എക്കാലത്തെ വലിയ ടോപ്പ് 10 ബോക്സ് ഓഫീസ് പടങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി, റിയ ഷിബു, പ്രീതി മുകുന്ദൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ഹൊറർ കോമഡി ഫാന്റസി ജോണറിലൊരുങ്ങിയ സർവമായ എന്ന ചിത്രം വെറും 10 കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ നിർമ്മിച്ച് ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ ഏകദേശം 151 കോടി രൂപയോളം കളക്ഷനെ വാരിക്കൂട്ടിയാണ് വൻ വിജയമായി തീർന്നത്. നിവിൻ പോളിയുടെ തിരിച്ചുവരവും ചിത്രത്തിന്റെ ഒപ്പമുള്ള അജു വർഗീസ് കോമ്പിനേഷനും പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന ലളിതമായ ഫീൽ ഗുഡ് ട്രീറ്റ്മെന്റും തിയേറ്ററുകളിൽ ചിരി പടർത്തിയ നർമ്മവുമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടാനും ടോപ്പ് 10 ലിസ്റ്റിൽ സർവമായ 10ാം സ്ഥാനത്തേക്കും എത്തപ്പെട്ടത്. 9ാം സ്ഥാനത്ത് ആവേശം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന ആക്ഷൻ കോമഡി ചിത്രം ഏകദേശം 30 കോടി രൂപ മാത്രം ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ ഏകദേശം 156 കോടി രൂപയിലധികം കളക്ഷൻ വാരിക്കൂട്ടി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ ഈ ചിത്രം മലയാളത്തെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നാണ്. ബാംഗ്ലൂർ പശ്ചാത്തലമാക്കിയ കഥയും ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച രംഗണ്ണൻ എന്ന മാസ് ആൻഡ് കോമഡി കഥാപാത്രത്തിന്റെ തകർപ്പൻ പ്രകടനവും തിയേറ്ററുകളിൽ ആവേശം വിതച്ച പശ്ചാത്തല സംഗീതവും ഒപ്പം യൂത്ത് ഓഡിയൻസിനെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ തിയേറ്ററുകളിലേക്ക് പിടിച്ചിരുത്താൻ കഴിഞ്ഞതുമാണ് ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടാനും ടോപ്പ് 10 ലിസ്റ്റിൽ 9ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 8ാം സ്ഥാനത്ത് ആടുജീവിതം. ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തിയ ആടുജീവിതം എന്ന സർവൈവൽ ഡ്രാമ ചിത്രം ഏകദേശം 80 കോടി രൂപ മുതൽ മുടക്കിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ 158 കോടി രൂപയോളം കളക്ഷൻ വാരിക്കൂട്ടി വലിയ വിജയമായി മാറിയ ഈ ചിത്രം ബെന്യാമിന്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കിയാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. നായകനായ പൃഥ്വിരാജിന്റെ ഞെട്ടിക്കുന്ന മേക്ക് ഓവറും സമർപ്പണവും മരുഭൂമിയിലെ ഒറ്റപ്പെടലും അതിജീവനവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച സംവിധാനവും AR റഹ്മാന്റെ സംഗീതവും മലയാള സിനിമ ഇതുവരെ കാണാത്ത ക്യാൻവാസും വിഷ്വൽ ട്രീറ്റുമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഇത്രയും വലിയ നേട്ടം കൈവരിക്കാനും ടോപ്പ് 10 ലിസ്റ്റിൽ 8ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 7ാം സ്ഥാനത്ത് 2018 വേണു കുന്നപ്പള്ളി നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, ആസിഫ് അലി എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ 2018 എന്ന സർവൈവൽ ഡ്രാമ ചിത്രം ഏകദേശം 30 കോടി രൂപ മാത്രം ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ 180 കോടി രൂപയോളം കളക്ഷൻ വാരിക്കൂട്ടി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഈ ചിത്രം കേരളം കണ്ട എക്കാലത്തെയും വലിയ പ്രളയത്തെയും അതിജീവനത്തെയും ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുങ്ങിയിട്ടുള്ളത്. മലയാളത്തിലെ വൻ താരനിര അണിനിരുന്ന ഈ ചിത്രത്തിൽ കേരളത്തിന്റെ ഐക്യവും മനുഷ്യത്വവും വളരെ വൈകാരികമായി അവതരിപ്പിച്ചതും ഒപ്പം ഹോളിവുഡ് നിലവാരത്തിലുള്ള വിഷ്വൽ എഫക്റ്റുകളും കടൽ പോലെ വെള്ളത്തിന്റെ ആസൂത്രണവും തിയേറ്ററുകളിൽ വലിയ ദൃശ്യവിസ്മയം തീർത്താണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടാനും ടോപ്പ് 10 ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 6ാം സ്ഥാനത്ത് തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന ഫാമിലി ആക്ഷൻ ഡ്രാമ ചിത്രം ഏകദേശം 30 കോടി രൂപ മുതൽ മുടക്കിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ 234 കോടി രൂപയോളം കളക്ഷൻ വാരിക്കൂട്ടി വലിയ വിജയമായി മാറിയ ഈ ചിത്രം മോഹൻലാലും തരുൺമൂർത്തിയും ഒന്നിച്ച ആദ്യ ചിത്രമെന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. സാധാരണ കുടുംബ പ്രേക്ഷകരെയും മാസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കഥയും തിരക്കഥയും ഒപ്പം മോഹൻലാലിന്റെ സ്വാഭാവിക അഭിനയവും മികച്ച മേക്കിങ്ങും തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ചതുമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടാനും ഒപ്പം തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 5ാം സ്ഥാനത്ത് വാഴ 2. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഹാഷിർ, അമല്, ജോമോൻ ജ്യോതിർ തുടങ്ങി യുവതാരങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തിയ വാഴ 2 എന്ന കോമഡി ഡ്രാമ ചിത്രം വെറും 10 കോടി രൂപയിൽ താഴെ മാത്രം ചെറിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ ഏകദേശം 235 കോടി രൂപയോളം കളക്ഷൻ വാരിക്കൂട്ടി വൻ വിജയമായി മാറിയ ഈ ചിത്രം സൂപ്പർ ഹിറ്റായ ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇന്നത്തെ തലമുറയുടെ സൗഹൃദവും ജീവിത യാഥാർത്ഥ്യങ്ങളും ഒപ്പം കണ്ടുചിരിക്കാൻ വകയുള്ള മുഹൂർത്തങ്ങളും വളരെ രസകരമായി അവതരിപ്പിച്ചതും സോഷ്യൽ മീഡിയയിലൂടെയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും യൂത്ത് ഓഡിയൻസ് ഈ ചിത്രത്തെ ഏറ്റെടുത്തതും ഇത് ബോക്സ് ഓഫീസിൽ ഇത്ര വലിയ കളക്ഷൻ നേടാനും ടോപ്പ് 10 ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 4ാം സ്ഥാനത്ത് ദൃശ്യം 3. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായിട്ടെത്തിയ ദൃശ്യം 3 എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ഏകദേശം 20 കോടി രൂപ മുതൽ മുടക്കിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ ഏകദേശം 238 കോടി രൂപയോളം കളക്ഷൻ വാരിക്കൂട്ടി മെഗാ ഹിറ്റായി മാറിയ ഈ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലർ ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗമായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും പുതിയ അതിജീവന പോരാട്ടവും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് ട്വിസ്റ്റുകളും ആദ്യ 2 ഭാഗങ്ങളിൽ എന്ന പോലെ തന്നെ ഒട്ടും നിലവാരം ചോരാതെ ഒരുക്കിയ മികച്ച തിരക്കഥയും മേക്കിങ്ങും തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ചതുമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടാനും ഒപ്പം തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 3ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്ത് സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സർവൈവൽ ത്രില്ലർ ചിത്രം ഏകദേശം 20 കോടി രൂപ മാത്രം ബഡ്ജറ്റിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ ഏതാണ്ട് 242 കോടി രൂപയോളം കളക്ഷൻ വാരിക്കൂട്ടി മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ഈ ചിത്രം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിട്ടുള്ളത്. കൊടൈക്കനാൽ ഗുണ കേവ്സിന്റെ പശ്ചാത്തലത്തിൽ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ ബന്ധവും പരസ്പരമുള്ള അതിജീവന പോരാട്ടവും വളരെ ഹൃദ്യമായും അവിശ്വസനീയമായ ദൃശ്യവിസ്മയത്തോടെയും അവതരിപ്പിച്ചതും
തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ഒന്നടങ്കം പിടിച്ചിരുത്തിയ മേക്കിംഗുമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടാനും ഒപ്പം തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 2-ാം സ്ഥാനത്ത് എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ എന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രം ഏകദേശം 140 കോടി എന്ന വലിയ ബജറ്റിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ ഏതാണ്ട് 267 കോടി രൂപയോളം കളക്ഷൻ വാരിക്കൂട്ടി ഇൻഡസ്ട്രിയിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഈ ചിത്രം സൂപ്പർ ഹിറ്റായ ലൂസിഫർ എന്ന സിനിമയുടെ 2-ാം ഭാഗമായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാമിന്റെ മാസ് ആൻഡ് സ്റ്റൈലിഷ് രംഗങ്ങളും ഗ്ലോബൽ ലെവലിലുള്ള വൺ മേക്കിംഗും പൃഥ്വിരാജിന്റെ സംവിധാന മികവും ഒപ്പം തന്നെ മോഹൻലാലിന്റെ തകർപ്പൻ പ്രകടനവും തിയേറ്ററുകളിൽ വലിയ ആവേശം തീർത്തതുമാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടാനും ഒപ്പം തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ 2-ാം സ്ഥാനത്ത് ഇടം പിടിക്കാനും പ്രധാന കാരണം. 1-ാം സ്ഥാനത്ത് ലോക. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ വേഷത്തിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രം ഏകദേശം 30 കോടി രൂപ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ ആഗോളതലത്തിൽ ഏകദേശം 304 കോടി രൂപയിലധികം കളക്ഷൻ വാരിക്കൂട്ടി മലയാള സിനിമയുടെ ചരിത്രത്തിൽ എക്കാലത്തെയും വലിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഈ ചിത്രം മലയാളത്തിന്റെ ആദ്യ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തുടക്കമായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. കല്യാണി പ്രിയദർശന്റെ വിസ്മയിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളും പ്രകടനവും ഡൊമിനിക് അരുണിന്റെ സംവിധാന മികവും ഒപ്പം തന്നെ ഹോളിവുഡ് നിലവാരത്തിലുള്ള മേക്കിംഗും വിഷ്വൽ എഫക്റ്റുകളും തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിച്ചതാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടാനും ഒപ്പം തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് അഭിമാനകരമായി ഇടം പിടിക്കാനും പ്രധാന കാരണം.